खुदा से मन्नत है मेरी, लौटा दे जन्नत वो मेरी। खुदा से मन्नत है मेरी, लौटा दे जन्नत वो मेरी। वो अमन वो चमन का नजारा, वो अमन वो चमन का नजारा। ओ खुदाया लौटा दे कश्मीर दोबारा, ओ खुदाया लौटा दे कश्मीर दोबारा। ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു AGR ബ്ലോഗ്. സോ ഇന്ന് നമ്മൾ എപ്പിസോഡ് നമ്പർ 7 ആണ്. നമ്മൾ ഇന്നിപ്പോൾ ഡിന്നർ കഴിക്കാൻ പോവുകയാണ്. ഓക്കെ, നമ്മളിപ്പോൾ പഹൽഗാം കഴിഞ്ഞിവിടെ എത്തി. നല്ല ടയർഡാണ്. സമയം ഇപ്പോൾ 8:30 ആയി. അപ്പോൾ നമ്മളൊന്ന് ഡിന്നർ കഴിക്കാം, എന്നിട്ട് നെക്സ്റ്റ് പ്രോഗ്രാം. ഇന്ന് സലാഡ് ഉണ്ട്. ഓക്കെ, ഈ സാധനങ്ങളൊന്നും ഒഴിച്ചു പോയി കൊച്ചി പോവാണ്. ഞങ്ങൾ ഹോട്ടലിൽ വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുന്ന സമയം 8:30 മണിയായി. അപ്പോൾ ഡിന്നറിന് ഞങ്ങൾക്ക് ചിക്കൻ ഉണ്ട്, പനീരുണ്ട്, പിന്നെ ഇതെന്താണ് ചില്ലി ഗോബി ഉണ്ട്, പിന്നെ മഷ്റൂം ഉണ്ട്, റൈസ്, റൊട്ടി, സലാഡ്, പിക്കിൾ, ഇത്രയും ഐറ്റംസ് ആണ് ഉള്ളത്. കുഴപ്പമില്ല, ആവറേജ് ഒരു ഡിന്നർ ഞങ്ങളിപ്പോൾ കഴിക്കുകയാണ്. ഓക്കെ, സോ ഞങ്ങളിതാ റൂമിൽ നിന്ന് ഇറങ്ങി. ഇപ്പം ഇന്നലെ ഈ റോഡൊക്കെ ഞങ്ങൾ കണ്ടതാണ്. സെയിം റോഡ് തന്നെയാണ് ഇപ്പോൾ സ്റ്റാർട്ടിങ്. ഈ സിറ്റി തന്നെയാണ് ശ്രീനഗർ, ഞങ്ങളുടെ ഹോട്ടലിൻ്റെ പുറം ഭാഗം. പിന്നെ ഞങ്ങളിപ്പോൾ ഗുൽമാർഗിലേക്കാണ് ഇന്നത്തെ ഞങ്ങളെ യാത്ര. അധികം ദൂരമല്ല, ശ്രീനഗറിൽ നിന്ന് 45 കിലോമീറ്റർ ഉള്ളൂ. അതിൽ തന്നെ 12 കിലോമീറ്റർ വേറെ വണ്ടിയിൽ കയറി പോകേണ്ടി വരും. കാരണം ഈ വണ്ടി അങ്ങോട്ട് അലൗഡ് ഇല്ല എന്ന് പറഞ്ഞു. അത് ടയറിൻ്റെ മുകളിൽ ചങ്ങല വണ്ടികളാണെന്ന് പറഞ്ഞു. അവിടെ പോയിട്ട് ആ അനുഭവം നമുക്ക് പങ്കുവെക്കാം. സോ ഇന്നലത്തെ ഞങ്ങൾ പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോൾ ഇന്നും അതുപോലെ തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് 100% എൻജോയ് ചെയ്യാൻ പറ്റും. ആ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും, അത് ഗ്യാരണ്ടി. അപ്പോൾ സനൂപ, എന്തൊക്കെയാണ് നമ്മുടെ യാത്രയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്? ഇന്നത്തെ യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഇന്നലെ പോയത് നോർത്തിലേക്കല്ലല്ലോ, ഇന്നലെ സൗത്ത് ഏരിയക്കാണ് പോയത്. നോർത്ത് ഏരിയക്ക് ആകുമ്പോൾ ഒന്നുകൂടി തണുപ്പ് കൂടാൻ ചാൻസ് അതുണ്ട്. അത് നമ്മൾ ഗുൽമാർഗ് തന്നെ ഒന്നുകൂടി തണുപ്പ് കൂടിയ ഏരിയ തന്നെയാണ്. ഡ്രസ്സൊക്കെ നമ്മൾക്ക് ചിലപ്പം മിക്കവാറും അവിടെ ചെന്ന് കഴിഞ്ഞാൽ റെന്റിന് നമുക്ക് അവിടുത്തെ ഡ്രസ്സ് ഹെയർ ചെയ്യാം. കാരണം അത് അവിടെ ഈ ഡ്രസ്സൊന്നും ചിലപ്പം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ നല്ല മൈനസ് എന്നല്ല, അവിടെ ഭയങ്കര സ്നോ ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് ഇന്നലെ തന്നെ ആ പുള്ളി പറഞ്ഞിരുന്നു ചിലപ്പം എന്താ പറയുക, അര വരെ കഴുത്ത് വരെയൊക്കെ സ്നോ മഞ്ഞ് കിടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് അവിടെ പോയാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് റെന്റിന് അവിടെ പോയിട്ട് ഡ്രസ്സ് എടുക്കാം. റോഡിനൊക്കെ കടന്റെ മുന്നിൽ ആ ചങ്ങാതൊക്കെ ഐസ് നീക്കുകയാണ്. എന്താ ഐസുകൾ ഇങ്ങനെ നീക്കുകയാണ്, കട്ട കുത്തി കിടക്കുകയാണ് ഐസുകൾ ഇവിടെ. ഓക്കെ, നമ്മുടെ വണ്ടികൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നീക്കൽ നടത്തും. പിന്നെ അവരെ കടന്റെ മുന്നിലാണ് ഈ ലോഡായിട്ട് കിടക്കുന്നത്. അതൊക്കെ അവരെ കടന്റെ മുന്നിൽ കൂടെയാണ്. അപ്പോൾ കട തുറന്നിട്ട് ഓരോരുത്തർ സാപ്പിന്റെ ഭാഗം വൃത്തിയാക്കുക. എന്തായാലും പിന്നെ ഇപ്പം നമ്മൾ ഗുൽമാർഗ് എത്തിയിട്ടില്ല. ഗുൽമാർഗ് പോണ വഴിയിൽ മാഗം എന്ന് പറയുന്ന ഒരു ഇതാണ്. ഇപ്പോൾ കടന്റെ മുന്നിൽ കണ്ട് എത്രത്തോളം കിടക്കണമൊക്കെ നിങ്ങൾക്ക് ആ കടക്കാരൻ വന്നിട്ടൊക്കെ നീക്കണതൊക്കെ കട തുറക്കണമെങ്കിൽ ഇതൊക്കെ കടന്റെ മുന്നിൽ കൂടെ ഒക്കെ കിടക്കണ ഐസുകളാണ്. വണ്ടി പോകാനുള്ളത് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഇത് നീക്കി കൊടുക്കു പോകും. പിന്നെ എന്താ ഞങ്ങളിപ്പോൾ ഏകദേശം ഗുൽമാർഗ് എത്തി തുടങ്ങി കേട്ടോ. ഗുൽമാർഗ് അല്ല, ടങ്മാർ വരെ നമ്മളെ വണ്ടി പോകുള്ളൂ. അവിടുന്ന് പിന്നെ വേറെ വണ്ടിയാണെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ ടങ്മാർക്ക് ഏകദേശം എത്തി തുടങ്ങി. ടങ്മാർക്കുള്ള റോഡ് സൈഡിലൊക്കെ കിടക്കണം, ലൈസ് ഇറക്കുന്നു. മേലേക്ക് മല കാണുന്നുണ്ടോ? ഇല്ല, ഐസ് കിടക്കണ വണ്ടിയില്ല. കടന്റെ മുന്നിലും ഓരോ വീടിന്റെ മുന്നിലൊക്കെ ഐസുകളാണ് കിടക്കുന്നത്. എല്ലാ കടന്റെ മുന്നത്തെ അവസ്ഥ തന്നെയാണ്. പോവാനുള്ള വഴികൾ മാത്രം അവരിങ്ങനെ വൃത്തിയാക്കുന്നുണ്ടല്ലോ. പോവാനുള്ള വഴികൾ അവർ വൃത്തിയാക്കും. അതൊക്കെ വൃത്തിയാക്കിയിട്ടിരിക്കുന്ന വഴികളാണ്. എല്ലാ കടന്റെ മുന്നിൽ ഐസിനെ കൂടി കിടക്കുന്നു. താഴത്തും പാടത്തൊക്കെ ഐസ് തന്നെ.
ഒരാൾക്കായിട്ടില്ല ഈ ഐസ്. അതുണ്ട്, ഒരാൾക്കായിട്ടുള്ള ഐസ് ഉണ്ട് ചില ഭാഗങ്ങളിൽ. വെൽക്കം ടു ഞങ്ങളിപ്പോ തങ്മർ എത്തിട്ടോ. ഓക്കെ, ഞങ്ങളിപ്പോ ടങ്മാറിൽ വന്ന് ഇവിടുന്ന് നമ്മളെ വണ്ടിക്ക് അലൗട്ട് ഇല്ല. आपके टायर में वो बंधा हुआ है ना? कितने टायर में बंधा हुआ है? एक टायर में बंधा हुआ है, बाकी 3 टायर सेफ है. അപ്പൊ ഞങ്ങളെ വണ്ടിയിൽ ടാറ്റ സുമോ ആണ് നമ്മൾ ഇവിടുന്ന് എയർ ചെയ്തിട്ടുള്ളത്. ഇത് 1600 രൂപയാണ്. നമുക്ക് അത്രയൊന്നും കൊടുക്കാതെ കിട്ടുട്ടോ. ഞാൻ ഫാമിലി ഉള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ എയർ ചെയ്തത്. കാരണം നമ്മളെ ഫാമിലി പ്രൈവസിയും കിട്ടും, ഒരു നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ വീഡിയോ റെക്കോർഡ് ചെയ്ത് പോവുകയും ചെയ്യാം. അതല്ലാതെ അവിടെ 100 രൂപ കൊടുത്താലും നമുക്ക് പോകാൻ പറ്റുന്നുണ്ട് കേട്ടോ. പോയിട്ട് കൊണ്ടുവരുന്നുണ്ട്, അത് വിഷയമുള്ള കേസല്ല. ഇവിടുന്ന് വണ്ടികളുണ്ട്, നമ്മളെ കൊണ്ടുപോകും. ഇതേ വണ്ടി തന്നെ രാത്രി കിട്ടുന്ന ടൈം ബാധ വാപ്പസ് ആയെങ്കിൽ എനിക്ക് നമ്മളൊരു 5-5:30 ഇനി ഇറങ്ങി വരിക. അതുവരെ വണ്ടി അവിടെ നിൽക്കുമായിരിക്കും, അല്ലെങ്കിൽ അവർ വേറെ ട്രിപ്പ് എടുക്കുമായിരിക്കും. എന്തായാലും നമുക്ക് ഒരു വണ്ടി വാടകയ്ക്ക് വിളിച്ചിരിക്കുകയാണ്, അപ്പ് ആൻഡ് ഡൗൺ. പിന്നെ ഒരു ഗൈഡിനെ നമ്മൾ എടുത്തിട്ടുണ്ട്. चाचा आपका नाम क्या है? रशीद चाचा. रशीद चाचा. चाचा का नंबर क्या है? मोबाइल नंबर 8899991104. ഇത് റഷീദ് ചാച്ചയാണ്, ഗൈഡാണ്. നമുക്ക് എല്ലാവിധ കാര്യങ്ങളും അവർ ചെയ്തു തരാന്ന് പറഞ്ഞു. ഗൈഡിനെ കൂട്ടാനും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ടൈം പിന്നെ വാല്യുബിൾ അല്ലേ. നമ്മളിവിടെ 900 നോക്കിയില്ല, ഗൈഡിനെ നമ്മൾ വെച്ചു. ഓക്കെ, കാരണം നമ്മളെ ഡ്രൈവർ താഴെ നിന്നു. നമ്മളെ ഡ്രൈവർ വണ്ടിയിൽ എത്തി, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഡ്രൈവർ ഇല്ല. സോ അവിടെ പോയി കഴിഞ്ഞാൽ ഓരോ ഏരിയക്ക് പോകാൻ ഗൈഡിന്റെ ആവശ്യമില്ല കേട്ടോ. ഇതൊക്കെ ആവശ്യമുള്ളവർക്ക് ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്റെ ഫാമിലിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഗൈഡും. പിന്നെ അവിടെ ടൈം സ്പെൻഡ് ചെയ്യണ്ടല്ലോ, ഇയാൾക്ക് അറിയും, അപ്പൊ അവർ പറഞ്ഞു തരും. കണ്ടങ്ങൾ ഐസിന്റെ ഇടയിൽ കൂടെയാണ് ഇപ്പൊ ഈ പോണത്. മൊത്തം ഐസാണ്, ഇതിന്റെ ഇടയിൽ കൂടെയാണ് പോണത്. ഇത് ഈ വണ്ടിക്ക് നമ്മളെ വണ്ടിക്കും ചെയിൻ ഇട്ടാ കൊണ്ടുപോകാന്ന് പറയുന്നുണ്ട്. ശ്രീനഗറിന് പുറത്തുനിന്ന് വരുന്ന വണ്ടികൾക്ക് അവിടുന്ന് വാടകയ്ക്ക് കിട്ടും ചെയിന്. 600 രൂപയ്ക്ക് ചെയിന് വാടകയ്ക്ക് കിട്ടും. എന്നിട്ട് നമുക്കത് കൊണ്ടുപോകാം. പക്ഷേ ആ എക്സ്പീരിയൻസ് ഇവിടുന്ന് ഡ്രൈവ് ചെയ്യണമെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് തന്നെ വേണം. ഏതായാലും നമ്മളെ ഡ്രൈവർ പോകില്ല, കാരണം അവനക്ക് ഓൺ അടിക്കാതെ വണ്ടി ഓടിക്കാൻ പറ്റില്ല. ഇത് ഡിസേർട്ടിൽ ഓടിക്കുമ്പോൾ തന്നെയാണ്, വണ്ടി ഓടിക്കാൻ കുറച്ച് പാടുണ്ട്. എന്തായാലും പിന്നെ അതൊരു പുതിയ അനുഭവം. ഓക്കെ, यहाँ से कितना 12 किलोमीटर? 13 किलोमीटर. अच्छा 13 കിലോമീറ്റർ ആണ് ഈ നമ്മൾ താഴത്തുനിന്ന് ഈ ഗുൽമാർഗ് പോകുന്നത്. ഗണ്ടോല പോലത്തെ ഗണ്ടോല. ആ, അതിന് ഗണ്ടോല എന്നാണ് അവർക്ക് പറയുന്നത്. അതല്ല, ഫുൾ ചുരം പോലെ തന്നെ, നമ്മളെ വയനാട് ചുരം. ഓക്കെ, തിരിഞ്ഞും മറിഞ്ഞ് ഇങ്ങനെ കയറി വരികയാണ്. ചുരം പോലെ അങ്ങനെ കയറി മുകളിലേക്ക് പോവാണ്. ഡ്രസ്സ് ഞങ്ങൾ അവിടുന്ന് താഴത്തുനിന്ന് റെന്റിന് എടുത്തിരിക്കുകയാണ്. ജാക്കറ്റും പിന്നെ ക്യാപ്പും ഷൂ ഒക്കെ കൂടി റെന്റിന് എടുത്തിരിക്കുകയാണ്. അത് വേണ്ട, ഇല്ല, ഇത് ശരിക്കും എക്സ്പീരിയൻസ്. വണ്ടി ശരിക്കും കുലുങ്ങുന്നുണ്ട് കേട്ടോ. ഇത് പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. ഞങ്ങൾ ഇവിടെ ബ്ലോക്കിൽ പെട്ടിരിക്കുക. മാണ്ടാമാനം ബ്ലോക്കാണ്. ഇവിടുന്ന് ഞങ്ങൾ എയർ ചെയ്ത ജാക്കറ്റ് അത് കേട്ടോ. ഓക്കെ, ഷൂവും മേടിച്ചിട്ടിട്ടുണ്ട്. ഈ വലിയ ഷൂ ഒക്കെ ഇവിടുന്ന് മേടിച്ചിരുന്നതാണ്. പിന്നെ ഇവിടെ ഭയങ്കര ബ്ലോക്കാണ്. നിങ്ങൾ ബ്ലോക്ക് കണ്ടോ? ഐസുകളാണ് ഇതൊക്കെ കേട്ടോ. ഓക്കെ, ഈ കാണുന്നതൊക്കെ ഐസാണ്. ഓക്കെ ജി, റോഡ് ഫുള്ള് ബ്ലോക്ക് ആയിക്കണ്. പിന്നെ ഇവിടെ പ്രത്യേകത പറഞ്ഞില്ലേ, ഇവിടെയൊക്കെ ചങ്ങല, ടയറിന്റെ മുകളിൽ ഇവർ ചങ്ങല ഇട്ടിട്ടുണ്ടാവും. ഓക്കെ, ആ വണ്ടിയുടെ ഒക്കെ ചങ്ങല കാണാനുണ്ടോ? ഈ വണ്ടിന്റെ ചങ്ങല ഇട്ടിട്ടുണ്ടോ? ഓക്കെ, 3 വീല്. ഓക്കെ, ബാക്കി ഒരു വീലിന് ചങ്ങല ഇട്ടിട്ടുണ്ടാവും. ഇപ്പൊ ഞങ്ങളെ വണ്ടി ഇത് ഞങ്ങളതല്ല, ഇത് അപ്പുറത്ത്, ഇതിന് അപ്പുറത്ത് ചങ്ങല ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഞങ്ങള് എയർ ചെയ്ത വണ്ടി ഇതാണ്. ആ വണ്ടിയിൽ ചങ്ങല ഇട്ടിരിക്കണം. നമ്മളെ വണ്ടിന്റെ അല്ല, എല്ലാ ഈ സൈഡിലാണ്. ഇത് ഞങ്ങളെ വണ്ടിയാണ്. പിന്നെ ഞങ്ങളെ വണ്ടിയിൽ ഇത് വണ്ടി നമ്മൾ വിളിച്ചതാണ്. ഇതിന് ഇവിടെ ഈ ചങ്ങല ഇട്ടുണ്ടാവും. ഇതുണ്ടോ? ഒരു വീൽമ ചങ്ങലിടും. എന്നിട്ട് പിന്നെ ഇത് മേലേക്ക് കൊണ്ടുപോകും. 13 കിലോമീറ്റർ ആണ് ഇത് റൺ ചെയ്യാനുള്ളത്. ഓക്കെ, പരിസരം കണ്ടില്ലേ? ഓക്കെ, ഒരു കാഴ്ച തന്നെ കേട്ടോ. ഇതിന്റെ മുകളിൽ ഓടിക്കാം. റംഷാദ് ചവിട്ടനാണ് ഈ കാണുന്നത് കേട്ടോ. അത്രയും താഴെ വരെ അവിടെയൊക്കെ ഇതാണ്. റോഡ് നല്ല ബ്ലോക്കാ. ഓക്കെ, ഫുൾ റോഡ് ബ്ലോക്കാണ്.
സംഭവം രസമാണ്. പക്ഷേ ഈ ബ്ലോക്കിൽ നിന്ന് കഴിഞ്ഞിട്ട് സമയമാണ് പോണത്. എന്തായാലും നമുക്ക് 6 മണി വരെ സമയമുണ്ട്. ഞാനിപ്പോൾ ചാച്ചോണ്ട് അതാ പറഞ്ഞത്. നമ്മളിപ്പോൾ ബ്ലോക്കിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആക്ടിവിറ്റീസ് ചെയ്യാൻ സമയം കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരു പേടില്ല. 6 മണി വരെ നമുക്ക് സമയമുണ്ട്. നമുക്ക് അവിടെ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. സ്നോണാണ് ഇപ്പോൾ ഈ പോകുന്നത്. എന്താ എല്ലാ വണ്ടിക്കും ചങ്ങലുണ്ട് കേട്ടോ. ചില വണ്ടിക്ക് ഈ ഭാഗം, ചില വണ്ടിക്ക് ആ ഭാഗം. ചങ്ങല ഇല്ലാതെ വണ്ടിയില്ല. ഓക്കെ, ബ്ലോക്കല്ല ബ്ലോക്കാ. പരിസരം കണ്ടില്ലേ, ഭയങ്കര രസാട്ടോ. ഇതൊക്കെ ശരിക്കും എൻജോയ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ്. മക്കളെ ബ്ലോക്ക് തുറന്നത് വണ്ടി പോകണം. ഞങ്ങള് ഇതാണ് ഇവിടുത്തെ ആട്ടം നോക്കണേ. ഞങ്ങൾ ആട്ടല്ല കേട്ടോ. ഞാൻ മാക്സിമം ക്യാമറ പിടിച്ചിട്ടുണ്ട്. പക്ഷെ എന്തായാലും ആടുണ്ട്. വണ്ടി പോണ കണ്ടങ്ങള്, മുന്നിലത്തെ വണ്ടി പോണ കണ്ടോ? ഇതേപോലെ തന്നെ നമ്മളെ വണ്ടി കുലുക്കണത്. ഓക്കെ, ഇത് നമ്മൾ ഇനോവ കൊണ്ടുവരുന്നത് നന്നായി. നമ്മളെ ഇനോവ കൊണ്ടുവരുന്നത് നന്നായി. കാരണം ഇത് അത്ര വലിയ പോസിബിൾ ഒന്നല്ല. അതവിടെ കുടുങ്ങിക്കണ വണ്ടി. മുന്നിൽ ഒന്ന് കുടുങ്ങിക്കണേ, മുന്നിൽ കുടുങ്ങിക്കണ. ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് എടുത്തു. ഓഹോ, ഇത് സത്യത്തില് അത് ഇപ്പൊ കുറച്ചു നേരം ഞങ്ങള് ബ്ലോക്കിൽ കുടുങ്ങിയിരുന്നു. ആ ബ്ലോക്ക് ഇങ്ങോട്ട് തുറന്നപ്പോ എല്ലാരും പറക്കാണ്. ഇത് ഇവിടുത്തെ നാട്ടുകാരായ സുമോക്കാർക്ക് തന്നെ ഇത് നടക്കുള്ളൂ. അത് നമുക്കിത് വലിയ റിസ്ക് തന്നെയാണ്. ഇത് അപ്പടി കുടുങ്ങി നടക്കുന്നു. ഓക്കെ, അല്ല കുടുങ്ങിയതല്ല കേട്ടോ. അത് അവർ ഫോട്ടോ എടുക്കാൻ വേണ്ടി വെക്കുകയാണ്. അവർ താഴ്ച കുടുങ്ങിയത് അവരെ വണ്ടിയാ തോന്നുന്നു. അതുകൊണ്ട് അവർ ബാക്കി ഫോട്ടോ എടുക്കാൻ വേണ്ടി വെക്കുകയാണ്. എന്റെ ഒരു ഇത് കണ്ടിട്ട് കുടിച്ചിരുന്നോളി, തലൊക്കെ വന്ന് കുത്തും. കുടിച്ചിരുന്നോളി. ഏത് മോഡ് ഓണാക്കിയിട്ടും കാര്യമില്ല. ഇതൊക്കെ ബമ്പം ഇതൊക്കെ ഭയങ്കര രസമുള്ള ഇതാണ്. കുത്തി കുനിയൂണ പോകുന്നത്. ഞാൻ മാക്സിമം ക്യാമറ ഇതാക്കി പിടിച്ചിട്ടുണ്ട്. നിങ്ങള് ശരിക്കും ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. ഇന്നലെ പഹൽഗാമിൽ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഞങ്ങൾ കുതിരപ്പുറത്തായിരുന്നു. സ്നോവിന്റെ ഇടയിൽ കൂടെ കുതിരപ്പുറത്ത് പോയി. ഇത് സ്നോവിന്റെ ഇടയിൽ കൂടെ ഞങ്ങള് സുമോന് പോവാണ്. ഇവിടൊക്കെ ഞാൻ കുലുക്കുണ്ടാവും. ഈ ഐസ് വന്നിട്ട് നിന്നിട്ട് അതിനാണ് ഇവർ ചങ്ങലിടുന്നത്. അതിന് ഇവർക്ക് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സ്കെഡാവും. ഓഹോ ചളി തെറിപ്പിച്ചു. അല്ല വില ക്യാമറ പൂറ ചളിയാണ് തെറിച്ചു ഫുള്ള് കേട്ടോ. നമ്മളൊരു വണ്ടി കുടുങ്ങിയിട്ടുണ്ട്. കാട്ടക്കാണ് ഐസ് കേട്ടോ. നല്ല കാട്ടക്ക ഐസുണ്ട്. അതെന്താ മാക്സിമം ഇപ്പൊ ഷൂട്ട് ചെയ്യാം. കിട്ടണെടുക്കാം. കൈ അറിയണ്ടേ. ഇവിടെ കുലുങ്ങും. ഈ ചാല് വരുന്നിടത്താണ് വണ്ടി കുലുങ്ങണത്. ഇതുണ്ടോ വണ്ടി കുലുങ്ങണോ? ഭയങ്കര കുലുക്കാണ് വണ്ടി കുലുങ്ങിക്കൊണ്ടിരിക്കുന്നത്. तो चाचा मैं ये जब YouTube में डालूंगा तो आपका नंबर तो ऑलरेडी आपने बोल दिया है. मैं नंबर भी लिख के भी छोड़ दूंगा इसमें. तो कस्टमर आपको डायरेक्ट फोन करेंगे कि भाई हम आ रहे हैं तो हमें गाइड करो. जो भी है अच्छा प्राइस दो और उनको अच्छा सर्विस दो. बिल्कुल, जितना अच्छा सर्विस मिलेगा उतना आपको ज्यादा आदमी लोग जो है ना पसंद करेंगे. कस्टमर भी ज्यादा आएगा, आपका भी रोजी रोटी बढ़ेगा. इसमें हमारा तो कोई फायदा वाली बात नहीं, मगर ये है कि मेरे काफी दोस्त जो है वो मेरा यूट्यूब देखते हैं. तो उन लोग को ये कि जो भी अभी गुलमार आने का प्लानिंग कर रहा है उन लोग सोच सकते हैं कि यार यहाँ पर जाके कॉन्टेक्ट में फोन करेंगे तो बंदा. आपका नाम क्या है? നസീർ. നസീർ. ഇപ്പൊ ഞങ്ങൾ ഡ്രൈവറുടെ പേര് നസീർ എന്നാണ് കേട്ടോ. ഇവരാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഇതൊക്കെ ഒരു പഹാടി ആൾക്കാരാണ്. അപ്പൊ അവർക്ക് ശരിക്കും ഡ്രൈവ് ചെയ്യാനുണ്ടല്ലോ ആ ഒരു എക്സ്പോർട്ട് തന്നെയാണ്. കാരണം ഇവിടെ ഇപ്പൊ നമുക്കൊന്നും ഡ്രൈവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം അത്രയും പിന്നെ നമ്മളെ വണ്ടീനെ പൊന്നുപോലെ സൂക്ഷിക്കുന്ന വണ്ടിയായിരിക്കും. ഇവര് വണ്ടി മെയിൻ ചെയ്യുന്നില്ല, എന്നിട്ട് ചവിട്ടി പൊളിക്കുകയാണ്. ഇത് സുമോ എന്ന് പറഞ്ഞാല് ടാറ്റന്റെ വണ്ടികൾക്ക് പിന്നെ ആ ഒരു ക്വാളിറ്റി ഉണ്ട് കേട്ടോ. എന്തായാലും നല്ല ഒരു ആക്ടിവിറ്റീസ് ആണ്. വരണം, തീർച്ചയായിട്ടും വരാൻ പറ്റാ. റോഡ് ഇതാ ഇവിടെ റോഡ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പൊട്ടിക്കണ ഐസ് വന്ന് കുടുങ്ങിയിട്ട് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന പണിക്കാര്. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. ഈ 13 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പോകേണ്ട ഒരു ഏരിയ തന്നെയാണ്. അവിടെ കുറെ വണ്ടികളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. എന്തായാലും പിന്നെ വരിക, നമ്മളെ ചാച്ചനെ കോണ്ടാക്ട് ചെയ്യുക, നസീറിനെ കോണ്ടാക്ട് ചെയ്യുക. ഇവർ നിങ്ങൾക്ക് നല്ല സർവീസ് തരും. ഓക്കെ,
വണ്ടി ഇങ്ങനെ ബാക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഉരുളുണ്ട് കേട്ടോ. വണ്ടി കാണാൻ ബാക്ക് അങ്ങോട്ട് പോകുന്നു, സൈഡായിട്ട് പോകുന്നുണ്ട് വണ്ടികൾ. എത്ര സെക്കൻഡ്? 30 സെക്കൻഡ്. एक व्यू पॉइंट है यहाँ, इसके लिए गाड़ी खड़ी करके जो है ना फोटो खींच रहे हैं. फोटो खींच रहे हैं सर. जब हम वापस जब आएंगे ना सर, हाँ, हाँ. यहाँ स्टॉप करेंगे फिर लेंगे. अच्छा ठीक है. भरोसा नहीं है. जाम लग जाएगा अभी सर, 2-3 घंटा ही. शूटिंग जाएगा. रोड ब्लॉक है नहीं, कौन सा रोड? ഇതാ കണ്ടോളി, ഹൈറ്റ് നോക്കി എത്ര ഉണ്ടെന്ന്. അത്രയും ഹൈറ്റിൽ ഐസാണ്. ആ വണ്ടി പോകണുണ്ട്, ടാറ്റ സുമോ അതിൻ്റെ ഇടയിൽ പോകണുണ്ട്. അല്ല സോറി, ഓമിനി. അത്രയും ഐസാണ്. ഓക്കെ, पहुंच गया. हाँ गुलमार्ग. वेलकम टू गुलमार्ग. सब गाड़ियाँ वहाँ स्टॉप हो जाएंगी. മക്കളെ ഇതാണ് ഗുൽമാർ. ഓക്കെ, നമ്മളിപ്പോൾ ഗുൽമാറിലെത്തി. ഇനി ഇവിടുന്ന് കഷ്ടിച്ച് 1 കിലോമീറ്റർ നടന്നു പോവാം നമുക്ക് ഗണ്ടോലേക്ക്. അവിടെയാണ് ഗണ്ടോല ടിക്കറ്റ് നമുക്ക് കിട്ടുക. എന്നിട്ട് നമുക്ക് റോപ്പ് ക്യാബിലൊക്കെ കയറാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിഷ്വൽസൊക്കെ ഒന്ന് കണ്ടിട്ട് അഭിപ്രായം പറയും കേട്ടോ. കമൻറ്റൊക്കെ ഉണ്ടായിക്കോട്ടെ. എന്താ റംഷാദേ പറയാനുള്ളത്? ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പന്തുണ്ടാക്കാം. കണ്ടോ, പന്തായി. റയാൻ, 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 ഞാൻ 5-6 ബോൾ ഉണ്ടാക്കി വലിച്ചെറിഞ്ഞു. ഞാൻ കണ്ടില്ല. ഇപ്പോ ഗുൽമാറിൽ ഇറങ്ങിയിട്ട് ഗണ്ടോലയിലേക്കുള്ള പോക്കിലാണ്. ഈ കാണുന്ന ലൊക്കേഷൻ കാണുന്നില്ലേ? ये हो गया गोल्फ. इसमें लोग गोल्फ नंबर में खेलते हैं. अच्छा अच्छा. हाँ, ये गोल्फ खेलने के लिए रखा है. ये താഴെ നോക്കാം കേട്ടോ. 18 होल. 18 होल गोल्फ होल. अच्छा अच्छा. ഇതിലൂടെ നമുക്കൊരു ഓൾമോസ്റ്റ് ഒരു കിലോമീറ്റർ പോകണം. അവിടെയാണ് ഈ ഗണ്ടോല എന്ന് പറയുന്ന നമ്മളെ റോപ്പ് ക്യാബ് ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മളെ ക്യാബിലേക്ക് പോകണമെങ്കിൽ ഒരു 1-1.25 കിലോമീറ്റർ നടന്നു പോയി കഴിഞ്ഞാൽ നമുക്കിത് നടക്കാതെ വേറെ മാർഗമുണ്ട്, സ്ലൈഡിങ് ഉണ്ട്. അത് അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളെ വലിച്ചു കൊണ്ടുപോകും. പക്ഷെ അത് അത്ര സേഫ്റ്റി ഫോർ ഫാമിലിയിൽ ഒരാളിങ്ങനെ വലിച്ചു കൊണ്ടുവച്ചാൽ മരത്തിന്റെ ഒരു ഇത് വെച്ചിട്ട് അത് അത്ര സേഫ്റ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അവിടെ ഐസ് കുത്തി കളയാണോ എന്നാ കാട്ടുന്നത്. അതിന്റെ മേലെന്നൊക്കെ ഐസ് കുത്തി കളയാണ്. മുത്തുമോൾ ഇവിടെ ഐസ് കയ്യിലെടുത്തിരിക്കണേ. മുത്തുമോൾ അടുത്ത് പോയി കണ്ടാ, അടുത്ത് പോയി നിന്നാ മതി. ഇത്ര ഹൈറ്റ് ഉണ്ട് നോക്കാനാണ്. കണ്ടാ, മുത്തുമോൾ ഇത്രയും ഹൈറ്റിലാണ് ആ മഞ്ഞുള്ളത്. മുത്തുമോൾ ഐസിന്റെ മേലെ നിൽക്കുന്നത് കേട്ടോ. റോഡിന്റെ ഹൈറ്റ് താഴെയാണ്, മുത്തുമോൾ ഐസിന്റെ മേലെ നിൽക്കുന്നത്. ആ, अंदर जाएगा उधर से. പ്ലാൻ എവിടെ ഇരിക്കണേ? ചെറിയ കുട്ടികൾ രണ്ടിങ്ങനെ പോയിക്കണേ. പതുക്കനെ പോ. സ്പീഡാണല്ലോ. താത്ത, അയ്യോ റയാന, എങ്ങോട്ടൊക്കെ? എങ്ങോട്ടാ അതെന്നെ ചോദിക്കണത്? എങ്ങോട്ടാ? എങ്ങോട്ടാ? ബോംബേക്കോ? ബോംബെ പോവാ?
രണ്ട് കുട്ടികൾ വരുന്നുണ്ട് കേട്ടോ, ചെറിയ കുട്ടികൾ അല്ലേ? ആ പോട്ടെ. ഫാൾ ദേവി ചാടി പോകുന്നു. തന്തേ നിങ്ങളാ ടേണിങ് തിരിഞ്ഞാകുന്നല്ലേ പറഞ്ഞു. അത് ഏതാ ടേണിങ്? ഒരു ലെഫ്റ്റും പിന്നെ ഒരു റൈറ്റും പറഞ്ഞതേ. ഇവിടെ ഐസാണിത്, റോഡല്ലത്. ഞങ്ങൾ ഹൈറ്റിനെക്കാട്ടും മേലക്കാണ്. പക്ഷെ നമ്മളിപ്പോ ഈ നടക്കുന്ന റോട്ടുമ്മ കൂടി അല്ല, ഐസുമ്മ കൂടി നടക്കണത്. ഇത് അവര് JCB മാന്തി ഉണ്ടാക്കുന്നതാണ്. JCB മാന്തി വഴിയാക്കി തരുന്നതാണ്. വേ ടു ഗൊണ്ടല. ആ റയാനെ പിടിക്ക്, റയാനെ പിടിക്ക്. ഇതാണ് നമ്മളെ ഗണ്ടോല കേട്ടോ. ഗുൽമാറിൽ വന്നിട്ട് ഇതിൽ കൂടെ എൻട്രി ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ നിന്നാണ് നമുക്ക് ടിക്കറ്റ് പർച്ചേസ് ചെയ്യണം. ഇവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാൻ അവിടെ ഇരിക്കണേ. മോൻ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ വാഷ്റൂമിൽ പോയിട്ടുണ്ട് അങ്ങോട്ട്. അവിടെ വാഷ്റൂമുണ്ട്. അപ്പോൾ ഇവിടുന്ന് വാഷ്റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് ഇവിടുന്ന് പിന്നെ നമുക്ക് ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നേരെ മേലേക്ക് പോവാം. ഓക്കെ, ഒരു ടിക്കറ്റിന് 740 ഫസ്റ്റ് സ്റ്റേജിലേക്ക്. സെക്കൻഡ് സ്റ്റേജിലേക്കാണെന്നുണ്ടെങ്കിൽ 950. ഓക്കെ, തേർഡ് സ്റ്റേജ് ഇന്നില്ല. പക്ഷെ ഇവർ പറഞ്ഞത് ഫസ്റ്റ് സ്റ്റേജിലാണ് കൂടുതൽ ആക്ടിവിറ്റീസ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റേജിലേക്കുള്ള ടിക്കറ്റാണ് ഇപ്പോൾ പർച്ചേസ് ചെയ്യാൻ പോയിട്ടുള്ളത്. അവിടെ നമ്മളെ ഗൈഡ് പോയിട്ടുണ്ട് ടിക്കറ്റ് എടുക്കാൻ. ഇതിൽ കൂടെയാണ് ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് മേലേക്കുള്ള എൻട്രി. ഓക്കെ, ഇവിടേക്കുള്ള സ്റ്റെപ്പ് ഇടും. ഈ സ്റ്റെപ്പ് കയറി മേലേക്ക് വരണം. ഓക്കെ, ടിക്കറ്റ് ഞങ്ങൾ എടുത്തു. ഇതാ മേലെ വന്നിട്ട് ഇവിടെ നമുക്ക് കൗണ്ടർ. ഇവിടെ നിന്നാണ് നമുക്ക് പോകാനുള്ളത്. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് പോകണം. അതിൻ്റെ ഉള്ളിലേക്ക് പോകണം. സംഭവം നല്ല രസമാണ്. അങ്ങനെ ആകുമ്പോൾ എല്ലാവരും കിട്ടി. യെസ്. അപ്പോൾ ഞങ്ങൾ പിന്നെ ക്യൂവിലാണ്. ഈ ക്യൂ ഇങ്ങനെ ചെന്നിട്ട് കേബിൾ കാറിൻ്റെ അടുത്തൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ വെച്ചിട്ട് നമ്മളിത് സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് നേരെ പിന്നെ കേബിൾ കാറും അവിടുത്തെ റൈഡിങ്ങും ഒക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. ഈ വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. കാരണം അത്യാവശ്യം ലെങ്തി വീഡിയോ ആവേണ്ടിയിട്ടാണ്. സോ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക. എന്നിട്ട് അടുത്ത വീഡിയോക്കായിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ.